ഹായ് ഫ്രണ്ട്സ്, സുനിൽ agritechs യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ഓളാക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടർട്ടിൽ വൈൻ ഇല്ലേ, ഹാങ്ങിങ് പ്ലാന്റിലെ ടർട്ടിൽ വൈനിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഷെയ്ഡിലൊക്കെ സാധാരണ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയേറെ ഭംഗിയായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പച്ചപ്പ്, ഒരു മെഴുക് നിറഞ്ഞ ഒരു പച്ചപ്പ്, ആ ഒരു പച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീടിന് വളരെയേറെ ഭംഗിയേറുന്ന സാധനമാണ്. വീട്ടിലെല്ലാം നമുക്ക് എല്ലായിടത്തും ഇത്, പിന്നെ ഹോട്ടലുകളിലൊക്കെ പല സ്ഥലങ്ങളിലും ഇത് കാണുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇത് നമുക്ക് തൂക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയേറെ ഭംഗിയുള്ള ഒരു സാധനമാണ്, ചെടിയാണ്. അപ്പോൾ ഇതിന് പിന്നെ പ്രത്യേക പരിചരണങ്ങളൊന്നും ആവശ്യമായിട്ട് തോന്നുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയൊക്കെ നട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. ഇത് പിന്നെ ഷെയ്ഡിലായതുകൊണ്ട് ഇതിനൊരു 50% പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ അധികം സൂര്യപ്രകാശം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പച്ചപ്പ് അതുപോലെ നിലനിൽക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഷെയ്ഡുകളിൽ ഇത് തൂക്കിയിടുന്നത്. അപ്പോൾ ഇത് നടാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ പിന്നെ ചെടികളൊക്കെ നടുന്ന പോലെ സിമ്പിളായ രീതിയിൽ തന്നെ നടാം. അതുപോലെ തന്നെ ഇതിന് പ്രത്യേക പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ചാണകവും പിന്നെ നമ്മുടെ പിന്നെ ഇതില്ലേ എന്തെന്ന് കടലപ്പിണ്ണാക്കും ചാണകവും കൂടിയിട്ട് നമുക്ക് പുളിപ്പിച്ചത് വളരെ നേർപ്പിച്ച രീതിയിൽ ആഴ്ചയിൽ 1-2 തവണയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ സാധാരണ ഒഴിക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പ്രത്യേക പരിചരണങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. പ്രത്യേകത നമ്മൾ രാസവളങ്ങളോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പിന്നെ വീട്ടിലൊരു 2-3 നമ്മളെ വീടിൻ്റെ ആ ഒരു പിന്നെ ഇറയത്ത് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണിത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പിന്നെ കാണുന്നത് പോലെയല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ശരിയായ ഭംഗി നമുക്ക് കിട്ടുന്നില്ല. കാരണം നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ആ ഇലയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മളെ ഈ പിന്നെ ഇതുണ്ടല്ലോ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഇതുപോലെ തന്നെ നല്ല ഇതാണ്, ഒരു പിന്നെ ഗ്ലൈസിങ് ആണ്. അതിൻ്റെ ആ ഇലക്കൊക്കെ ഒരു പ്രത്യേക ഗ്ലൈസിങ് ആണ്. അപ്പോൾ അത് നമുക്ക് പലർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകുന്ന പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മണ്ണും പിന്നെ അതുപോലെ തന്നെ ചകിരിച്ചോറും പിന്നെ ചാണകപ്പൊടിയും അത് 3 മിക്സ് ആക്കിയിട്ട് നമുക്ക് അടിയിൽ കുറച്ച് ചട്ടിയുടെ അടിയിൽ കുറച്ച് കല്ലോ പിന്നെ ഓടിൻ്റെ കഷ്ണം അങ്ങനെ എന്തെങ്കിലും വെച്ച് നിരത്തി കൊടുക്കുക. നമുക്ക് നീർ വാർച്ച നടക്കാൻ വേണ്ടിയിട്ട് അത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് വളർന്നു വരും. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പിന്നെ കട്ട് ചെയ്തത് നമുക്ക് ഈ സൈഡ് വശത്ത് ഇങ്ങനെ തൂക്കിയിടുന്ന പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരത്തി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ വളർന്നു വരും. പിന്നെ വെറുതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് വളർന്നു വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് നമുക്കിത് സൈഡിലിങ്ങനെ ഒന്ന് വിടർത്തി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സൈഡിലേക്ക് ഒന്ന് ചാരി ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ആദ്യം പിന്നെ ചകിരിച്ചോറൊന്നും ഇടേണ്ട ആവശ്യമില്ല, മിക്സാക്കി ഇടണം, വെറും മണ്ണ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ചീഞ്ഞു പോകാറില്ല എങ്കിലും സാധ്യതയുണ്ട്, അങ്ങനെ ചിലരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വെറുതെ കുറച്ച് മണ്ണങ്ങ് കയറി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തൂക്കി അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 ദിവസം മതി. 10 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വരും. ഇതിപ്പോൾ ഒരു 10 ദിവസമായിട്ടുള്ള ഒരു ഇത് പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് നട്ടയാണ്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം നട്ടത്, അത് പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ചെറിയൊരു പിന്നെ വാട്ടം പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ കളറിൽ ആ പച്ചപ്പ് കുറച്ച് കുറയും. അപ്പം നമ്മളിതൊന്ന് വേണമെങ്കിൽ മാറ്റി നട്ടാൽ മതി, അല്ലെങ്കിൽ മുറിച്ച് കൊടുത്താലും മതി. അപ്പം ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റീപ്ലാന്റ് ചെയ്തതാണ്, രണ്ടാമത് നട്ട്. ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിലായി. നമ്മളൊരു 10-15 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ അത് അത്യാവശ്യം താഴേക്ക് പിന്നെ നീണ്ടു വരാൻ തുടങ്ങും. ഇത് നല്ല ഭംഗിയിൽ തന്നെ വരാൻ തുടങ്ങും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു 18-20 ദിവസമൊക്കെ ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇലയൊക്കെ കാണാൻ നല്ലൊരു പുഷ്ടിപ്പാണ്, നല്ലൊരു പച്ച കളറാണ്. അപ്പോൾ ആ ഒരു പച്ച കളർ നമുക്ക് സ്ഥിരമായിട്ട് തന്നെ നിലനിർത്താൻ പറ്റും. നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പിന്നെ ചാണകവും പിന്നെ കടലപ്പിണ്ണാക്കും കൂടി ഒന്ന് കലക്കിയിട്ടൊരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ കുറച്ച് അതിൻ്റെ ഇത് ഡൈല്യൂട്ട് ചെയ്ത് വളരെ നേർപ്പിച്ച രീതിയിൽ ഒഴിച്ചാൽ മതി. അധികം കട്ടിയിൽ ഒഴിക്കണ്ട. ഈ ചാണകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം കട്ടിയിലായി കഴിയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു പാട പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള
സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ നേർപ്പിച്ച രീതിയിൽ 1-2 തവണ, ഒരു തവണ ഒഴിച്ചാലും മതി, പിന്നെ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നടുമ്പോൾ വേണമെങ്കിൽ വേപ്പ് മണ്ണാക്കും പിന്നെ ഇതും കൂടി വേണമെങ്കിൽ ചേർക്കാം, എല്ലുപൊടിയും കൂടി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ നടുമ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. വേപ്പ് മണ്ണാക്കി ഇടുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരിതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പിന്നെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നമ്മളെ ആട്ടും കാഷ്ടമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും മിക്സാക്കിയിട്ട് ഈ 3 സാധനം കൂടി മിക്സാക്കിയിട്ട് നട്ടാൽ മതി. ഇനിയിപ്പം നമുക്ക് പിന്നെ ചകിരിച്ചോറ് നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ കുറച്ച് മണൽ മിക്സാക്കിയിട്ട് അങ്ങനെ നട്ടാലും മതി. അപ്പം നമുക്ക് പിന്നെ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള പിന്നെ ടർട്ടിൽ വൈൻ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്